ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഓൾറെഡി തമ്പനെയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ പ്രത്യേകത എന്താണ്? വാട്ട് ഐ കുക്ക് ഫോർ ലഞ്ച് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ഇന്ന് വരുന്ന സമയത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് ബീൻസൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളിന്ന് ഉണ്ടാക്കാൻ വന്ന ചോറ്, ബീൻസ് തോരന്, പിന്നെ ഒരു ചെറിയൊരു മീൻ കറിയും കൂടെ കേട്ടോ. അപ്പോൾ ഞാനത് ഉണ്ടാക്കുമ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. ഓൾമോസ്റ്റ് മിക്ക ദിവസങ്ങളിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഡെയിലി ഒന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. നമ്മളെ നാട്ടിലെ പോലെ ഡെയിലി ഒന്നും ഉണ്ടാക്കാറില്ല. കാരണം ഡ്യൂട്ടിക്കൊക്കെ പോകുന്നതുകൊണ്ട് എനിക്കങ്ങനെ ഡെയിലി ഉണ്ടാക്കാനുള്ള ടൈം കിട്ടാറില്ല. നമ്മളിത് 2-3 ദിവസത്തിൽ കൂടുമ്പോൾ നമ്മളിങ്ങനെ ഉണ്ടാക്കി വെക്കും കേട്ടോ. അപ്പോൾ ഓൾറെഡി ഒരു മോര് കറി ഞാൻ ഉണ്ടാക്കിയത് ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് കറി ഉണ്ടാക്കേണ്ടി വന്നില്ല കേട്ടോ. അപ്പം ഓൾറെഡി ഞാൻ ചോറിന് വേണ്ടിയിട്ട് കുക്കറിൽ നമ്മൾ അരി കഴുകി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഓൾറെഡി ഗ്യാസിൽ ഞാൻ വെച്ചു കേട്ടോ. അപ്പോൾ അത് വിസിൽ വരുമ്പോഴേക്കും നമുക്കത് റെഡിയാക്കി ഇറക്കിയെടുക്കാം. ആ ടൈം കൊണ്ട് നമുക്കൊന്ന് ബീൻസൊക്കെ ഒന്ന് കഴുകി അരിഞ്ഞെടുക്കുന്നതിന് മുന്നേ കാരണം ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ എപ്പോഴും ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. അതിൻ്റെ ഫ്രണ്ടും ബാഗൊക്കെ ഒന്ന് കളഞ്ഞ് ക്ലീൻ ചെയ്ത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ആക്കി വെക്കുവാണെങ്കിൽ എല്ലാം കൂടി ഇങ്ങനെ എടുത്തിട്ട് ഒന്നിച്ച് പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ കരുതുന്ന പോലെ ഞാൻ വലിയ നൈസായിട്ടൊന്നും ഭയങ്കര ഭംഗിക്കൊന്നും അല്ല കേട്ടോ അരിഞ്ഞെടുക്കുന്നത്. പെട്ടെന്ന് അരിഞ്ഞിട്ടെടുക്കാറുണ്ട്. കുറച്ച് കട്ടിയൊക്കെ കൂടുതലായിട്ട് ഞാൻ അരിഞ്ഞെടുക്കാറ്. കാരണം ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് ടൈമുണ്ട് കേട്ടോ. ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് തിരിച്ചു വരും. അത് കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് ഒന്നുകൂടെ 5 മണിയാകുമ്പോൾ അടുത്ത് എനിക്ക് ഡ്യൂട്ടിക്ക് വേണം. അപ്പോൾ ആ ഇടയ്ക്ക് കിട്ടുന്ന കുറച്ച് ടൈമിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വളരെ ഭംഗിയൊന്നും നോക്കി അരിയാറൊന്നുമില്ല. ഓഫൊക്കെ ഉള്ള ദിവസം മാത്രമേ അങ്ങനെ സമാധാനത്തിൽ ഒരിടത്തൊക്കെ പോയിരുന്ന് അങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ. അപ്പോൾ അത് ഞാൻ പെട്ടെന്ന് തന്നെ എല്ലാം അരിഞ്ഞെടുക്കുക കേട്ടോ. എല്ലാം അരിഞ്ഞൊന്ന് എടുത്ത് കഴിയുമ്പോഴേക്കും ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് തേങ്ങയും പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, ഇച്ചിരി മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ചിരി ജീരകം, പിന്നെ ഉപ്പ്, അതൊക്കെ ഒന്ന് മിക്സിയിലൊന്ന് ചതച്ചെടുത്ത് ഇടുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പം ഞാനതൊന്നും ഇട്ടില്ല കേട്ടോ. പെട്ടെന്നൊന്ന് ഇതിനകത്തേക്ക് ഇച്ചിരി തേങ്ങയൊക്കെ ഇട്ട് പെട്ടെന്ന് സെറ്റാക്കി എടുക്കുവാണ്. ഒന്ന് മിക്സിയിൽ ചതച്ചെടുക്കുവാണെങ്കിൽ ഇച്ചിരിയുടെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ട് ഒന്നുകൂടെ ഇളക്കിയൊക്കെ വെച്ച് കൈ കൊണ്ട് നമ്മളൊന്ന് നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ചിട്ടേ അതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ്, ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞ് നമ്മളൊന്ന് കുക്ക് ചെയ്യുവാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമ്മളിതേ ചീനച്ചട്ടിയൊക്കെ വെച്ചു. ഒന്ന് കടുക് പൊട്ടിച്ചിട്ട് നമുക്ക് ബീൻസ് അതിനകത്തേക്ക് ഇട്ട് ഇളക്കി ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് നമ്മൾ ഓൾറെഡി ഉപ്പിട്ടിട്ടാണ് നമ്മൾ ഇളക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഒന്നും ഇടുന്നില്ല. ഇനി നമ്മൾ അടച്ച് വെക്കുവാണ്. അടച്ച് തീ കുറച്ച് വെച്ച് വേവിക്കാം. ആ ടൈം കൊണ്ട് നമ്മുടെ ചോറ് ഇവിടെ ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് ചോറിൻ്റെ അടപ്പൊന്ന് തുറന്ന് നോക്കാം. കണ്ടല്ലോ, നിങ്ങൾ സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഇച്ചിരി കൂടെ വെള്ളം കൂടെ ഒഴിച്ച് നമ്മളൊന്ന് അടുപ്പത്തോടെ വെച്ച് ഒന്ന് തിളപ്പിക്കുവാണ് കേട്ടോ. തിളച്ച ഉടനെ തന്നെ നമ്മൾ ഇതിനെ വാർക്കും. അപ്പം നമ്മൾ ഇടയ്ക്കൊന്ന് തോരനം നമ്മളൊന്ന് ഇളക്കി വെച്ച് കൊടുക്കുക കേട്ടോ, ഒന്ന് അടിയിലൊന്നും പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ ഏകദേശം ആയിട്ടുണ്ട്, തിളയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമുക്കതിനൊന്ന് വാർത്തെടുക്കാം. അപ്പം നിങ്ങളും ഇതുപോലെയാണോ ചോറ് വെക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാനിവിടെ ജയ അരിയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരിക്കലും കട്ട പിടിക്കത്തില്ല. ഇച്ചിരി വെന്ത് പോയെന്ന് പറഞ്ഞാൽ പോലും ഒരിക്കലും കട്ട പിടിക്കത്തില്ല. അത്രയ്ക്ക് സൂപ്പറായിട്ട് കിട്ടും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയത്തില്ല. ഒറ്റയായിട്ടാണ് കടിക്കുന്നത്. ഒരിക്കലും കട്ടയൊന്നും പിടിക്കത്തില്ല കേട്ടോ. നല്ല റൈസ്. എത്ര ദിവസം വേണമെങ്കിലും, ഒരാഴ്ച വേണമെങ്കിലും ഫ്രിഡ്ജിൽ നമുക്ക് വെച്ച് സൂക്ഷിച്ച് ഉപയോഗിക്കാം കേട്ടോ. അത്രയ്ക്ക് സൂപ്പർ റൈസാണ്, കേടാവത്തൊന്നുമില്ല. ചില റൈസൊക്കെ ആണെങ്കിൽ നമുക്ക് വെള്ളം പോലെ ഇങ്ങനെ ആകും, ഒട്ടും പിശിയെന്നാകും, ആകെ ഇതായിരിക്കും. പക്ഷേ ഇതങ്ങനെയൊന്നുമില്ല കേട്ടോ, നല്ല അരിയാണ്. അപ്പോൾ നമുക്ക് മീനിനുള്ള പരിപാടിയാണ്. തോരന് വേകുന്ന സമയം കൊണ്ട് നമുക്ക് മീനിനുള്ളതെല്ലാം റെഡിയാക്കി എടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ഒക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ തക്കാളിയും ഒരു സവാളയും കൂടെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും മീനിന് അങ്ങനെ ഇടുന്നത്. ഞാൻ ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഗ്രേവി നല്ലൊന്ന് കട്ടിയായിട്ട് നല്ല കുറുകുറ നല്ല ടേസ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചെറിയ ഉള്ളി ഇട്ടുവാണെങ്കിൽ ചെറിയ ഉള്ളി ഇട്ട് തക്കാളി ഇട്ട് പേസ്റ്റാക്കി എടുത്താൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാ മലയാളികൾക്ക് അറിയാവുന്നൊരു കാര്യമാണെന്ന് എനിക്കറിയാം. എന്നാലും അങ്ങ് പറയുക കേട്ടോ. അപ്പം നമ്മളിതേ ചട്ടിയൊക്കെ വെച്ച് ഒന്ന് കടുകൊക്കെ പൊട്ടിച്ചെടുത്തു. അതൊക്കെ നമ്മുടെ ഇതൊക്കെ ഇല്ലേ, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മളതിനകത്തേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾ, ഇച്ചിരി ഉലുവപ്പൊടി, ഇത്രയും കൂടെ ഇട്ട് നമ്മളതിനകത്തേക്ക് വന്നിട്ട് അതൊന്ന് മൂത്ത് പച്ചമണമൊക്കെ മാറി വരുമ്പോഴേക്കും നമ്മൾ അടിച്ച് വെച്ചിരുന്ന പേസ്റ്റില്ലേ, തക്കാളിയും ഉള്ളിയും കൂടി ഇട്ട്, അപ്പോൾ അതൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് പക്ഷേ കുറച്ച് ടൈം എടുക്കും. ഒരു 5-6 മിനിറ്റ് എടുക്കും, 6-7 മിനിറ്റൊക്കെ എടുക്കും. അപ്പോൾ അതൊക്കെ അങ്ങനെ ആയിരുന്ന് കുറച്ച് നേരം ഇരുന്ന് പതുക്കെ ആയി വരുന്നതാണ് ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ മാറി അതൊക്കെ മാറി എണ്ണ ഇങ്ങനെ തെളിയാൻ തുടങ്ങും. നിങ്ങൾക്കറിയാം, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുത്തി കുമ്പളയായിട്ട് ഇങ്ങനെ
എണ്ണ തെളിഞ്ഞ് വരുന്ന ടൈമാണ് കറക്റ്റ് അത് കുക്കായി എന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ആ ടൈമിൽ ഇതേ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും ഇടയ്ക്കിടയ്ക്ക് കുമിള ഇങ്ങനെ തെളിഞ്ഞ് വരുന്ന ആ ടൈമിൽ നമ്മൾ അതിനകത്തേക്ക് പുളി പിഴിഞ്ഞൊഴിച്ച് കൊടുത്തു. അപ്പം നിങ്ങൾ കുടംപുളി ഇടുന്നതായിരിക്കും നല്ലത്. ഞാനിങ്ങനെ കുടംപുളി എന്ന് പറഞ്ഞാൽ എനിക്കിവിടെ മേടിച്ചത് തീർന്നു പോയി. അതുപോലെ ഞാനിതിപ്പോൾ ഉപയോഗിക്കാനായുള്ളതുകൊണ്ട് കേട്ടോ, ഈ മീൻ ഉച്ചയ്ക്ക് ഉപയോഗിക്കാറായതുകൊണ്ട് പുളി പെട്ടെന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഈ പുളി ഒഴിച്ചു കൊടുക്കുന്നത്. ഇവിടെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഈ പുളി ഇടുന്നത്. എന്നാൽ കുടംപുളിയും ഇഷ്ടമാണ് കേട്ടോ, രണ്ടും ഇടാറുണ്ട് ഞങ്ങൾ. അത് കഴിഞ്ഞ് ഇച്ചിരി ആവശ്യത്തിന് പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് നമ്മൾ ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്കതിനകത്തേക്ക് മീനിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കതൊന്ന് അടച്ച് വെച്ച് വയ്ക്കാം, തിളച്ചൊന്നിട്ട് റെഡിയായിട്ട് വരട്ടെ. അപ്പോൾ അത് ആ സമയം കൊണ്ട് നമുക്ക് ചോറൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെല്ലാം എടുത്ത് വെച്ച് ബാക്കിയുള്ള ജോലി ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇവിടെ മീനിൻ്റെ കണ്ട ഗ്രേവിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മളതിനകത്തേക്ക് മീനിട്ടു, ദേ അടച്ച് വെച്ചു. അപ്പോൾ നമ്മുടെ ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ചോറ്, തോരൻ, മോര് കറി ചൂടാക്കി വെച്ചു. അപ്പം മീൻ കറി റെഡിയായി, എല്ലാം ദേ റെഡി ആയിട്ടിരിക്കുക. ഞങ്ങളിനി കഴിക്കാൻ പോവുക കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ലഞ്ച് കഴിച്ചെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് അടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ. ഇനി ഒരു നല്ല വീഡിയോയുമായി നമ്മളിനി അടുത്ത ദിവസം വരുന്നതായിരിക്കും. അപ്പോൾ ബായ്.